ചോദ്യങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് പുറത്തു നിന്നാണോ അതോ നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിൽ നിന്നാണോ? നമ്മൾ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അകത്തു നിന്നാണോ വെളിയിൽ നിന്നാണോ അല്ല വിഷയം. നമുക്ക് ആ ശബ്ദം സ്പഷ്ടമായി മനസ്സിലാകും. പക്ഷേ നമ്മൾ ശബ്ദം കേൾക്കുന്ന വിഷയം പറയുമ്പോൾ എൻ്റെ സ്വന്തം ശബ്ദമുണ്ട്. സാത്താനും നമ്മളോട് സംസാരിക്കും, സർവശക്തനായ ദൈവവും നമ്മളോട് സംസാരിക്കും. ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇത് സംസാരിക്കുന്നത് ആരെന്ന് നമുക്ക് വിവേചിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ വലിയ അപകടമാണ്. നമ്മുടെ സ്വന്തം ചിന്തയായിരിക്കും നമ്മൾ ഓർക്കുന്നത് ഇത് ദൈവഹിതമാണ്. ഇന്ന് എത്ര കുടുംബങ്ങൾ, എത്ര വ്യക്തി ജീവിതങ്ങൾ തകർന്നു കിടക്കുന്നു. അവർ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. അതിനെയും അത് ശരിയാക്കാൻ, ക്രമപ്പെടുത്താൻ ഇനി കഴിയത്തില്ല. നമ്മൾ ധ്യാനിക്കുന്ന ആ വിഷയം എൻ്റെ ഒരു ജീവിതം, എനിക്ക് തന്ന ഒരു ആയുസ് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണ്. എൻ്റെ കാര്യങ്ങൾ അത് നിറവേറിയോ, എൻ്റെ പ്ലാനിങ് അത് ഫുൾഫില്ലായ, അതൊരു വിഷയമേ അല്ല. ഇന്ന് എത്ര പേര് നമ്മൾ മരണം കാണുന്നുണ്ടല്ലോ. ചിലർ ചെറുപ്രായത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ചിലർ അപകടങ്ങളിൽ. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടല്ലോ അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ പ്ലെയിൻ. ഒരു വ്യക്തി അതിൽ നിന്ന് വെളി വന്നു. ആ വ്യക്തി ഇന്ന് ഇംഗ്ലണ്ടിലുണ്ട്. ഒരു മുറിയിൽ വാതിലടച്ച് തന്നെ ഇരിക്കുക. ആരോടും സംസാരമില്ല, മിണ്ടാട്ടമില്ല. രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ഇന്ന് വരെ പുള്ളിക്കാരൻ ഇത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഞാനെങ്ങനെ രക്ഷപ്പെട്ടു. സ്വന്തം സഹോദരൻ മരിച്ചുപോയി. സോ എൻ്റെ വിഷയം, ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവഹിതം അത് ഞാൻ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. ദൈവഹിതം നിറവേറിയില്ലെങ്കിൽ സൃഷ്ടിതാവിൻ്റെ മുമ്പേ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ കണക്ക് കൊടുക്കേണ്ടതാണ്. എനിക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം ദൈവം തന്നതാ. സോ ചെറുപ്പക്കാരുണ്ട്, പഠിക്കണ്ട എന്നല്ല, ജോലി ചെയ്യണ്ട എന്നല്ല. എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറുന്നുണ്ടോ? സോ ഞാൻ ഈ കേൾക്കുന്ന ശബ്ദം, എൻ്റെ പിതാവ് എൻ്റെ കൂടെ വസിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പ്രാർത്ഥന ഞാൻ സംസാരിക്കുന്നത് മാത്രമല്ലല്ലോ, അവിടെ നിന്നും കേൾക്കണ്ടായോ? അതുകൊണ്ടാണ് ഇന്നലെയും ചോദിച്ച ഒരു വിഷയം, ഞാൻ ദൈവശബ്ദം സ്പഷ്ടമായി കേൾക്കാറുണ്ടോ? സാമുവേൽ, ആ ചെറിയ ബാലൻ, 4 പ്രാവശ്യം പേര് കേൾക്കുന്നത് സാമുവേലേ സാമുവേലേ. ആ ചെറിയ ബാലൻ ഐഡിയ ഇല്ല ഇതാരാ. പുരോഹിതൻ്റെ അടുത്ത് ചെന്നു, 2 പ്രാവശ്യം ചെന്നു. അന്നേരം പുരോഹിതൻ പറയുന്നത് ഞാനല്ല, നീ പോയി ഉറങ്ങ. പിന്നെയും കേട്ടത്, ഞാൻ പിന്നെയും പറയുന്നത്, ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ആ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്. ദൈവം വചനം മുഖാന്തരം സംസാരിക്കും, ദൈവദാസന്മാർ മുഖാന്തരം സംസാരിക്കും, സാഹചര്യങ്ങൾ മുഖാന്തരം സംസാരിക്കും, സൃഷ്ടി മുഖാന്തരം സംസാരിക്കും. ദൈവം വിവിധ മാധ്യമങ്ങൾ ഉപയോഗിക്കും. പക്ഷെ നേരിട്ട് സംസാരിക്കുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ശീലമായി. ശീലം പറഞ്ഞാൽ ദൈവദാസൻ വചനത്തിൽ നിന്ന് സംസാരിച്ചല്ലോ, അതിൽ ഞാൻ തൃപ്തിപ്പെട്ടങ്ങ് പോവുക. നമ്മളിൽ എത്ര പേർ കാണും ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് തന്നെ ഇരുന്ന് ഇന്ന് ദൈവം സംസാരിച്ച ആ വചനത്തെ പിന്നെയും തന്നെ ഇരുന്ന് ധ്യാനിക്കുന്നത്? നമ്മളിൽ എത്ര പേർ കാണും? നമുക്ക് ആരാധന കഴിഞ്ഞു, കർത്താവിൻ്റെ ദാസൻ ആശീർവാദം പറഞ്ഞു, കഴിഞ്ഞു. ഇനി അടുത്ത ഞായറാഴ്ചയേ ഉള്ളൂ. സോ അങ്ങനെയാവുമ്പോൾ ഞാൻ ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ. ശ്രദ്ധിക്കണം, നമുക്ക് ഈ ഫോൺ ഉണ്ടല്ലോ,
അതിൻ്റേതായ ചില ഡിസിപ്ലിൻസ് ഉണ്ട്. ഞാനിപ്പം CG സാമുൽ പാസ്റ്റർ ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് പാസ്റ്ററെ കാണാൻ പോയപ്പം ഈ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ മേശയിരുന്ന് സംസാരിക്കുമ്പോൾ ഡിസിപ്ലിൻ എന്താ? ഈ ഫോൺ ഇങ്ങനെ വെക്കണം, കമത്തി വെച്ചോണം. ഇങ്ങനെയല്ല, ഇങ്ങനെ വെക്കേണ്ടി. അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞേ? ഞാൻ ഈ ഫോൺ ഇങ്ങനെ എന്തിനാ വെച്ചേക്കുന്നത്? അതിൻ്റെ അർത്ഥം ഞാൻ പാസ്റ്ററുമായിട്ട് സംസാരിക്കുന്ന ആ വിഷയത്തിന് പ്രാധാന്യം. ഇത് ഇങ്ങനെ വെക്കുന്നേ ഞാൻ പാസ്റ്ററെ ഇൻസൾട്ട് ചെയ്യുക. പാസ്റ്ററുടെ വിഷയമല്ല, പാസ്റ്ററുടെ സംസാരമല്ല എനിക്ക് പ്രാധാന്യം. മറ്റോരെ എൻ്റെ ഇടയ്ക്ക് ആരൊക്കെ വിളിക്കുന്നുണ്ടോ അതാ എനിക്ക് വിഷയം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. സർവശക്തനായ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവം സംസാരിക്കത്തില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഞാൻ ഇങ്ങനെയാ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ദൈവം നീയും സംസാരിച്ചോ? ഇടയ്ക്ക് വേറെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ അവരുടെ കോളും അറ്റൻഡ് ചെയ്യും. ഞാൻ ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എങ്ങനെ? അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്, ദൈവത്തെ ഓർത്ത് ഈ മാർഗം വിട്. ഈ മാർഗം എല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവർക്കും ഉള്ളതല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബത്തേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യമായിട്ടാണ് എക്സ്പ്രസ് വേ കയറിയത്. എന്തോ രസമാണ്, അടിച്ചു വിട്ടെന്ന് വന്നു. പക്ഷെ അതിലൊരു പ്രത്യേകതയുണ്ട്, അതിൽ KSRTC അതിൽ കയറത്തില്ല. അതിൽ കേരളത്തിലേ ഉള്ളൂ ഞങ്ങൾ കണ്ടത്. ഓട്ടോയും ഉണ്ട്, മോട്ടോർ സൈക്കിളും ഈ വഴിയിലുണ്ട്. ബാക്കി ഇന്ത്യയിൽ ഇതിൽ മോട്ടോർ സൈക്കിളും ഓട്ടോ കയറാനൊക്കത്തില്ല. 1 കിലോമീറ്ററിന് ഏകദേശം 2 രൂപ വെച്ചാൽ ടോൾ കൊടുക്കുന്നത്. സോ ദൈവമായിട്ടുള്ള ഈ ബന്ധം പറയുമ്പോൾ ഇത് എക്സ്പ്രസ് വേയാ, സ്പീഡിൽ പോവുക. എനിക്ക് പൈസയല്ല വലിയത്, എനിക്ക് ഈ സമയമാണ് ഏറ്റവും വിലയേറിയത്. പൈസയല്ല, പൈസ നഷ്ടപ്പെട്ടാൽ എനിക്ക് പിന്നെയും നേടാം. ഈ സമയം കടന്നു പോയാൽ എനിക്ക് മടക്കി കിട്ടത്തില്ല. സോ ഈ ലോകത്തിലെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ ഇനി കൂടുതൽ സമയമില്ല. സോ ദൈവശബ്ദം എന്നോട് ദൈവം പറയുന്ന ആ ഒരു വാക്കുകൾ ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? എന്നാൽ മാത്രമേ ദൈവം നമ്മളോട് സ്പഷ്ടമായി, അത് അകത്തുനിന്നാണോ വെളിയിൽ നിന്നാണോ എനിക്കൊരു ഐഡിയ ഇല്ല, പക്ഷേ എനിക്ക് സ്പഷ്ടമായ അനുഭവമുണ്ട്. ദൈവശബ്ദം ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ആ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ദൈവവചനം ധ്യാനിക്കണം, വചനം പഠിക്കണം, ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വിഷയം പറയാം. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സമയമാണ്. ഇന്ന് എത്ര വഞ്ചനകൾ നടക്കുന്ന, സ്കാംസ് നടക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് എൻ്റെ ശബ്ദത്തിൽ ഒരു ഫോൺ വരാം. ബൈജു പാസ്റ്റർ, ഞാനിപ്പം ആംസ്റ്റർഡാം എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുക, ഇവിടെ ഒരു വലിയ പ്രശ്നമായി, എനിക്ക് കുറച്ച് പൈസ അയച്ചു തരാമോ? ഇതായി അക്കൗണ്ട് നമ്പർ. എൻ്റെ ശബ്ദത്തിൽ ബൈജു പാസ്റ്ററിന് എന്തോ വരുന്നുണ്ട്? ഫോൺ വരിക. ബൈജു പാസ്റ്റർ പറയും, ഫിന്നി പാസ്റ്റർ ഇല്ലയോ? ഉടനെ തന്നെ ചിന്തിക്കാതെ എന്തോ ചെയ്യും? പൈസ അയക്കുന്നേ. എത്ര പേർ അയച്ചു, എത്ര പേരുടെ പൈസ നഷ്ടപ്പെട്ടുന്നേ. എൻ്റെ ശബ്ദത്തിൽ, നമ്മുടെ ശബ്ദത്തിൽ ആൾക്കാർക്ക് എന്തോ ചെയ്യും? ഫോൺ വരുന്നുണ്ട്, ഫോൺ കോൾ വരുന്നുണ്ട്. നിങ്ങൾ പൈസ അയച്ചു കഴിഞ്ഞിട്ടാ പിന്നെ പറയുന്നേ, കുറേ വർഷങ്ങളായി പാസ്റ്റർ ഫിന്നി അതിൻ്റെ കുറിച്ച് ഒരു വിഷയവും പറയുന്നില്ല. അന്നേരം ബൈജു പാസ്റ്റർ പറഞ്ഞേ, പാസ്റ്റർ ഫിന്നി ഒരു വാക്ക് പറയുന്നില്ലല്ലോ. എന്നാൽ ചോദിക്കുക, പാസ്റ്ററെ
പൈസ കിട്ടിയായിരുന്നു. ഞാൻ ചോദിക്കുക, ഏത് പൈസ? ഏത്? അല്ല, പാസ്റ്ററില്ലയോ അന്ന് ആംസ്റ്റർഡാം എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചത്? ഞാൻ പറഞ്ഞു, ഞാൻ ആംസ്റ്റർഡാമിൽ പോയില്ലല്ലോ. ഞാനിതെന്തിനാ പറഞ്ഞത്? ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സമയമാണ്. എൻ്റെ സ്വരത്തിൽ തന്നെ ആൾക്കാർക്ക് എന്തോ വരും, ഫോൺ കോൾ വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ സാത്താനും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഈ വചനം തന്നെ ഇല്ലയോ പറയുന്നത്? അതുകൊണ്ട് ആ ദൈവമായിട്ടുള്ള ആ അടുപ്പം, അടുപ്പം വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം പിടികിട്ടും. ആ ദൈവ സ്വഭാവം മനസ്സിലായാൽ മാത്രമേ ഈ ഭൂമിയിൽ ഉള്ള കാലം നമുക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകാനൊക്കത്തു. അല്ലെങ്കിൽ ഇന്ന് എത്ര കുടുംബങ്ങൾ, എത്ര വ്യക്തി ജീവിതങ്ങൾ തകർന്നു കിടക്കുക. ഞങ്ങളുടെ അടുത്ത് വിഷയങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഇത്രയും ഞങ്ങൾക്ക് പറയാൻ കഴിയത്തുള്ളൂ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്തോ പറയാനാ? നിങ്ങളെടുത്ത ആ തീരുമാനം ദൈവഹിതമായിരുന്നോ? ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിയിട്ടാണോ ആ തീരുമാനം എടുത്തത്? കാരണം നമ്മൾ ഓരോരുത്തരും, ഞാൻ ഇന്നലെ പിന്നെയും പറഞ്ഞ ഒരു വിഷയം, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. എൻ്റെ കൂടെ വസിക്കുന്നവൻ സർവശക്തനായ ദൈവമാ. ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ദൈവം തൻ്റെ സ്വഭാവത്തെ എൻ്റെ മുമ്പേ എന്തോ ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. ഒരു അബ്രഹാം, ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് എന്താ? വായിച്ചേ, ഉൽപ്പത്തി 12-ാമത്തെ അധ്യായം. നമുക്കറിയാവുന്ന വിഷയമാണ്. ഉൽപ്പത്തി 12 അതിൻ്റെ 2-3 വാക്യം. ജനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 2 and 3. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലിയതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ ഞാൻ ഈ പുതിയ നിയമത്തിന്റെ സമയത്ത് ഞാൻ ഈ വചനം വായിക്കുമ്പോൾ അതിനെ ഞാൻ എങ്ങനെ ഏറ്റെടുക്കുന്നത്? പുതിയ നിയമത്തിലുള്ള ഞാൻ, അബ്രഹാമിനോട് ദൈവം ഈ വാഗ്ദത്തം കൊടുത്തപ്പം അബ്രഹാം എങ്ങനെ അതെടുത്തത്? എന്നോടും ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ എങ്ങനെ അതിനെ ഏറ്റെടുക്കുന്നത്? എൻ്റെ ഉള്ളിലുള്ള വാഞ്ചയും ആഗ്രഹങ്ങൾ എന്താ? അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്, ഞാനും ദൈവം തമ്മിലുള്ള ബന്ധം. നമ്മൾ ധ്യാനിച്ച ആ വിഷയം, ആദാമും ദൈവം തമ്മിലുള്ള ആ ബന്ധം എന്തു ചെയ്തു? ഉടമ്പടി തകർന്നു പോയല്ലോ. തകർന്നു പോയപ്പം ഇനിയും ദൈവമായിട്ട് അടുത്ത ബന്ധമില്ല. മരണം. അതുമാത്രമല്ല, മരിച്ചാൽ മാത്രം പോരാ, മരണം കഴിഞ്ഞിട്ടാ എന്താ ശിക്ഷാവിധി? ചിന്തിച്ചേ, മരണം കഴിഞ്ഞിട്ടാ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടാ നിത്യ നരകത്തിൽ ഇടുന്നത്. ഈ ഭൂമി അല്ല നരകം. ദൈവമായിട്ട് ബന്ധം തെറ്റി ഇവിടെ തന്നെ ദൈവമായിട്ട് ബന്ധമില്ല, മരണഭീതിയിൽ ജീവിക്കുന്നത് മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നിത്യ നരകം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അംബാനി Z കാറ്റഗറി സെക്യൂരിറ്റിയാ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് കൊടുക്കുന്ന അത്രയും സെക്യൂരിറ്റി അംബാനിക്കുണ്ട്. പക്ഷെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നാഷണൽ NSG അല്ലെങ്കിൽ Z കാറ്റഗറി സെക്യൂരിറ്റി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ല. ഇവിടെയും ജീവിക്കുമ്പോൾ മരണഭീതിയാ, ഇവിടുന്ന് പോകുമ്പോഴും എവിടാ? നിത്യ. അങ്ങനെ ജീവിച്ചിട്ട് എന്തോ പ്രയോജനം? അതേസമയം ഞാൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ
ഒരു ദൈവ പൈതലിന്റെ ആ അനുഗ്രഹം. മരണഭീതി ഇല്ലല്ലോ. ജീവിതത്തിൽ ഏത് വിഷയങ്ങൾ വന്നാലും അതൊരു വിഷയമല്ല. കാരണം ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള എന്തുകൊണ്ട് ആ ബന്ധമുണ്ട്. അതാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ സന്തോഷം. തക്ക സമയത്ത് നമ്മളോട് സംസാരിച്ച് നമ്മളെ എന്തോ ചെയ്യും? നമ്മളെ നടത്താൻ ശക്തനാ, വിശ്വസ്തനാ. പക്ഷെ ഞാൻ ദൈവശബ്ദത്തിന് എന്തോ കൊടുക്കണം? പ്രാധാന്യം കൊടുക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല. തക്ക സമയത്ത് ചിലപ്പോൾ ഒക്കെ രാത്രി യാമങ്ങളിൽ നമ്മളെ എഴുന്നേൽപ്പിക്കുമല്ലോ. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മളെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത്. നമ്മുടെ ഉറക്കം മാറി. ബാത്റൂമിൽ പോകാനല്ലായിരുന്നു, ശരീരത്തിൽ പ്രയാസമൊന്നുമില്ല, സഡൻലി ആ കണ്ണ് തുറന്നത്. ഒരുത്തൻ നമ്മളെ വിളിച്ചതാ. കാരണം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ധ്യാനിച്ചാൽ മതി. പിന്നെ ക്ലാസ് കഴിയുമ്പോൾ അബ്രഹാമിൻ്റെ കുടിലിൻ്റെ വെളിയിൽ സർവശക്തൻ ഒരു ദൂതനെ അല്ല അയച്ചത്, ദൈവം തന്നെ വന്നിരിക്കുക. അബ്രഹാമിന് ആദ്യമേ പിടികിട്ടിയില്ല. പക്ഷെ ക്രമേണ ആ കാര്യങ്ങൾ ഇതിരിക്കുന്നവൻ ഇതൊരു സാധാരണക്കാരനല്ല. എൻ്റെ മുമ്പേ ഇരിക്കുന്നവൻ എന്നെ ഊരിന്ന് വിളിച്ചവനാ, സൃഷ്ടിതാവാ. അതുകൊണ്ട് ആ സോദോം ഗൊമോറയുടെ വിഷയം വരുമ്പോൾ പിന്നെയും പറയുന്നത് ഞാൻ പൊടിയാ. ആ റിയലൈസേഷൻ വന്നു. സോ സർവശക്തൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ അത് നമുക്ക് വിവരിക്കാൻ കേൾക്കുന്നവരോട് ചോദിച്ചാൽ മതി. ഞാൻ പിന്നെയും പറയുന്നത് എന്തിനാ? നമുക്ക് ശീലമായി ദൈവം സംസാരിക്കണമെങ്കിൽ പാസ്റ്റർ മുഖാന്തരമേ സംസാരിക്കത്തുള്ളൂ. അതെ, പാസ്റ്റർമാർ മുഖാന്തരം സംസാരിക്കത്തില്ല എന്നല്ല. ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് പോയി, വചനം കേട്ടു, വീട്ടിൽ വന്നു, തന്നെ ഇരിക്കുക. കർത്താവേ, ഞാൻ ഇന്ന് വചനം കേട്ടല്ലോ, നീ എന്നോട് നേരിട്ട് സംസാരിക്കണമേ. അന്നേരമായിരിക്കും ദൈവം പിന്നെയും ആഴങ്ങൾ നമുക്ക് തന്നേ. അത് കേൾക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. ബാഹ്യമായ മനുഷ്യൻ ഓരോ ദിവസവും എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ക്ഷീണിക്കുക. പക്ഷെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ നമ്മുടെ നടപ്പിലും പ്രവൃത്തിയിലും എല്ലാം എന്തോ കാണും? വ്യത്യാസം കാണും. നമ്മൾ അബ്രഹാമിൻ്റെ ഫ്യൂണറൽ സർവീസിന്, അടക്കത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പോയാൽ എങ്ങനെയിരിക്കും? അവിടെ ഒരുവൻ കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ ആരാ? ദൈവത്തിൻ്റെ സ്നേഹിതനായത്. സർവശക്തൻ ഇദ്ദേഹത്തോട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉടമ്പടി ചെയ്തിട്ടുണ്ട്, സത്യം ചെയ്തിട്ടുണ്ട്. അതായിരുന്നു അബ്രഹാം. ഇവിടെ വായിച്ചല്ലോ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലിയതാക്കും. ആ ദൈവത്തിന്റെ അനുഗ്രഹം പറഞ്ഞാൽ എന്ത്? ഒരു വീടാണോ? ഒരു ജോലിയാണോ അനുഗ്രഹം? എനിക്ക് ഉറങ്ങാൻ വേണ്ടി ദൈവം ഒരു വീട്, അതാണോ അനുഗ്രഹം? അനുഗ്രഹം പറഞ്ഞാൽ എന്ത്? ഞാൻ ഈ അനുഗ്രഹം എന്തുവാ ചിന്തിക്കുന്നത്? നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു കണ്ണും ഇല്ലേ? അങ്ങനെയല്ലേ വചനം പറയുന്നത്? പക്ഷെ ഞാൻ ഇവിടെ ചിന്തിക്കുന്നത്, അവിടെ ദൈവം എനിക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഒരു വീടുണ്ടാക്കി വെച്ചു. അത്രയുമേ നമുക്ക് ചിന്തിക്കാൻ ഒക്കത്തുള്ളൂ. അതിൻ്റെ അപ്പുറം നമുക്ക്, പക്ഷെ ദൈവവചനം പറയുന്നത് ഒരു കണ്ണും. സോ ഞാൻ ഈ അനുഗ്രഹം പറയുന്നത്, ഇത് അനുഗ്രഹമാണോ? ദൈവത്തിൻ്റെ ആ ഓരോ വാക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അടുത്തത്, നീ ഒരു അനുഗ്രഹമായിരിക്കും. അടുത്തത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ
അബ്രഹാം ഒരു അനുഗ്രഹമായിരുന്നോ? ഈ ഭൂമി അനുഗ്രഹിക്കപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ മറ്റവർക്ക് വേണ്ടി ഒരു അനുഗ്രഹം ആണോ? ഞാൻ മറ്റവർക്ക് വേണ്ടി എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാണോ? തന്നെ ഇരുന്നങ്ങ് യോഗം കഴിയുമ്പോൾ തന്നെ ഇരുന്നങ്ങ് ചോദിച്ചാൽ മതി. എത്ര ഉയർന്ന വിളിയുള്ളവൻ, എൻ്റെ ചിന്തയ്ക്ക് എത്ര വ്യത്യാസം വരേണ്ടതാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? ദൈവാത്മാവിന്റെ നിറവ് ഇല്ലാത്തത് ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സമുണ്ടോ? നരോ പറഞ്ഞാൽ അതെന്താ? എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വന്നിരിക്കുന്നത് അന്യഭാഷ പറയാനല്ല, എൻ്റെ സ്വഭാവത്തിൽ എന്തോ കൊണ്ടുവരണം? വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയാ. ഞാൻ ക്രിസ്തുവിൻ്റെ ആ തികവോളം ദൈവം സഹായിച്ചാൽ നമ്മൾ ആ വിഷയം ഇപ്പോൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. സോ നരോ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പൂർണ്ണ നിയന്ത്രണം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? പൂർണ്ണ നിയന്ത്രണം. അതോ ഞാനാണോ ദൈവത്തിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നത്? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ഈ പ്രാവശ്യം നേപ്പാളിൽ പോയപ്പോൾ ആദ്യമായിട്ടാണ് അവിടെ പോലീസ് ഞങ്ങളെ നിർത്തി. ഇന്ത്യൻ നമ്പർ ആയതുകൊണ്ട് അവർ ഓർത്ത് കുറച്ച് പൈസ കിട്ടുമെന്നേ. പക്ഷേ അവരുടെ രീതി നല്ല രസമാണ്. ഞങ്ങൾക്കൊരു ടൈം കാർഡ് തന്നു, ചെറിയൊരു കാർഡ്. അതിൽ ടൈമും എഴുതിയിട്ട് പറഞ്ഞത് ഇനിയും ഒരു 15 കിലോമീറ്റർ 40 സ്പീഡിൽ പോയാൽ മതി. 15 കിലോമീറ്റർ എത്ര സ്പീഡിൽ പോകണം? 40. സാമ വണ്ടി ഓടിക്കുന്നത്. അതിലൊരു പോലീസുകാരൻ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഇത് എന്തിനാ ഇതിൽ ടൈമും കാർഡ് എഴുതിയ? പറഞ്ഞു 15 കിലോമീറ്റേഴ്സ് 40 സ്പീഡിൽ പോയാൽ. ഞാൻ പറഞ്ഞു, സാറേ എന്തിനാ അങ്ങനെ 40 പോകുന്നേ? റോഡ് നല്ലതല്ലയോ? ഇടയ്ക്ക് സ്കൂളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു പോയാൽ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ 35 വെച്ച് വണ്ടി ഓടിക്കുക. ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരെല്ലാവരും 60, 70, 100 പോവുക. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പോകുന്നത്. 15 കിലോമീറ്റർ ആയപ്പോൾ അവിടെ വേണ്ട പോലീസുകാരൻ നിൽപ്പുണ്ട്. ടൈം കാർഡ് ഉണ്ടോ? അതെ. അത് കഴിഞ്ഞിട്ട് വാച്ച് നോക്കുക. കൃപയാൽ ആ പറഞ്ഞ ടൈം പീരീഡിൽ ഞങ്ങൾ അവിടെ എത്തി. അഥവാ മുമ്പേ എത്തുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെനൽറ്റിയാണ്. ഞാനിത് പറഞ്ഞത് എന്താ? 35 വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞാൽ റോഡ് നല്ലതാ. ഞങ്ങൾ പ്രാഗി അവിടെ എത്തി. ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ അന്യഭാഷയല്ല വിഷയം. എന്നെ നടത്തുന്നവൻ ആര്? ഞാൻ സ്വയമേ എൻ്റെ ജീവിതം ജീവിക്കുവാണ്, അതോ പൂർണ്ണമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ എൻ്റെ ജീവിതത്തിൽ നിയന്ത്രണം ഉണ്ടോ? പൂർണ്ണമായി നിയന്ത്രണം പറയുന്നത് എങ്ങനെ? കർത്താവേ, എൻ്റെ ഹിതം ഒട്ടും വേണ്ട. എൻ്റെ മനസ്സ് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ഈ വചനം, ഇത് നമ്മുടെ ആത്മീയ ആഹാരമാണ്. ഇതിൽ നമ്മുടെ അകത്തെ മനുഷ്യന് വേണ്ടിയതെല്ലാം ഇതിലുണ്ട്. പക്ഷെ ഈ വചനം ബലമായി മാറണമെങ്കിൽ വായിച്ചാൽ പോരാ. ഈ വചനം വായിച്ചിട്ട് നമുക്ക് തന്നെ ഇരുന്ന് ധ്യാനിക്കുന്ന ആ ശീലം വരണം. ധ്യാനിക്കുന്നത് എന്താ? വായിച്ചല്ലോ, ഇതൊന്ന് അടച്ചു വെച്ചേ, കണ്ണടച്ചൊന്ന് ഇരുന്നേ. ദൈവം എന്തുവാ സംസാരിച്ചത്? എൻ്റെ ജീവിതമായിട്ട് ഈ വചനത്തിൽ വല്ല ബന്ധമുണ്ടോ? ദൈവം എന്നോട് എന്തുവാ പറയുന്നത്? അതിന് ബദ്ധപ്പാടുണ്ട്. പ്രസംഗം കേൾക്കുന്നതിന് ബദ്ധപ്പാടില്ല. 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നമ്മളിരുന്ന്
പ്രസംഗം കേട്ടു, പോയിന്റ് എഴുതി, വീട്ടിൽ പോയി. ഈ വചനം ബലമായി മാറണമെങ്കിൽ വചനം ഇരുന്ന് എന്തോ ചെയ്യണം? ധ്യാനിക്കണം. ആ ശീലം നമ്മൾ ഇട്ടാൽ മാത്രമേ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും സന്തോഷത്തോടെ, പ്രത്യാശയോടെ നമുക്ക് ഓടാം. പക്ഷെ അതിന് ബന്ധപ്പാടാ എവിടാ? ഞാൻ തന്നെ ഇരുന്ന്, നമ്മൾ യൂട്യൂബിൽ ഒത്തിരി പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ, ഇത് കേട്ടിട്ട് പ്രയോജനം എന്താ? ഞാൻ ആ വചനം ധ്യാനിക്കുന്നില്ലെങ്കിൽ, ദൈവം നമ്മളോട് ആ വചനം പറഞ്ഞു, ഇനി ഞാൻ തന്നെ ഇരുന്ന് എന്തോ ചെയ്യണം? സോ ദൈവാത്മാവിൻ്റെ നിറവ് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണോ, ദൈവഹിതപ്രകാരമാണോ ഞാൻ മുന്നോട്ട് പോകുന്നത്?